ശബരിമല സ്വർണ്ണമോഷണത്തിൽ വൻ ഗൂഢാലോചനയെന്നാണ് ദേവസ്വം വിജിലൻസിന്റെ അന്തിമ റിപ്പോർട്ടിൽ പറയുന്നത്. തിരുവാഭരണം കമ്മീഷണർ അടക്കം അന്നത്തെ പ്രധാന ഉദ്യോഗസ്ഥരുടെ പേര് പറഞ്ഞുള്ള റിപ്പോർട്ടാണ്. ഭരണ നേതൃത്വത്തിന്റെ വീഴ്ചയും റിപ്പോർട്ടിൽ പറയുന്നു എന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത്. ചെമ്പല്ല സ്വർണ്ണപ്പാളികൾ തന്നെയാണ് പോറ്റിക്ക് നൽകിയതെന്ന് തെളിയിക്കുന്ന മൊഴികളും റിപ്പോർട്ടിലുണ്ട്. സ്വർണം പൂശിയ ചെമ്പുപാളികൾ അറ്റകുറ്റപ്പണി നടത്താനാണ് അനുമതി നൽകിയതെന്ന് കണ്ഠര രാജീവർ മൊഴി നൽകി. കാലപ്പഴക്കമില്ലാത്ത ചെമ്പുപാളികളാണ് സ്വർണം പൂശാൻ ലഭിച്ചതെന്ന് സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരിയും മൊഴി നൽകി. എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കാൻ റിപ്പോർട്ട് ശുപാർശ ചെയ്യുകയാണ്. വിവരങ്ങൾ There also appears to be a distinct and grave possibility that the original gold-cladded Dwarapalakas were disposed of to a willing purchaser for a substantial monetary consideration. Yes, നിങ്ങൾ കേട്ട ആ വാക്കുണ്ടല്ലോ, രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞ സബ്സ്റ്റാൻഷ്യൽ മോണിറ്ററി കൺസിഡറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന അയ്യപ്പന്റെ സ്വർണം അടിച്ചു മാറ്റി മറ്റൊരാൾക്ക് മറിച്ച് വിറ്റു എന്ന് തന്നെയാണ്. അത് തന്നെയാണ് ഇപ്പൊ ഹൈക്കോടതിയിൽ ദേവസ്വം വിജിലൻസ് നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങളും അത് തന്നെയാണ്. രാഹുൽ പറഞ്ഞ ആ വാക്ക് തന്നെ സബ്സ്റ്റാൻഷ്യൽ മോണിറ്ററി കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ വലിയ ഒരു തുകക്ക് ഈ പറയുന്ന അയ്യപ്പന്റെ സ്വർണം അടിച്ചു മാറ്റി. നിങ്ങൾ ഒരു കാര്യം ആലോചിച്ചിട്ടുണ്ടാവും, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തുവിട്ടത് 2019 സ്വർണം പൂശാൻ കൊടുത്തുവിട്ടത് അത് സ്വർണ്ണപ്പാളികൾ തന്നെയാണ് എന്ന് അന്നത്തെ തന്ത്രി പറയുന്നു. അത് മാത്രമല്ല, ഈ സ്വർണ്ണപ്പാളികൾ ശബരിമലയിൽ നിന്ന് ഇറക്കി കൊണ്ടുപോയതിന്റെ 40 ദിവസങ്ങൾക്ക് ശേഷമാണ് എവിടെ ഈ ചെന്നൈയിലുള്ള ഈ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന് പറയുന്ന സ്ഥാപനം, ആ സ്ഥാപനത്തിൽ വെച്ചാണ് ഈ സ്വർണം പൂശുന്നത്, അവിടേക്ക് എത്തുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 40 ദിവസം ഈ സ്വർണ്ണപ്പാളികൾ എവിടെയായിരുന്നു? ഇപ്പോഴിതാ ഈ സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഉടമ പറയുന്നത് എന്താണ്? അവിടെ എത്തിയിരിക്കുന്നത് കാലപ്പഴക്കമില്ലാത്ത സാധനമാണ്, അതായത് പുതിയ സാധനമാണ്, പുതിയ ചെമ്പുപാളികളാണ് അവിടെ എത്തിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ സാധനമല്ല. ശബരിമലയിൽ 1998 ഏത് ചെമ്പുപാളികളിലാണോ സ്വർണം പൂശിയിരിക്കുന്നത് ആ ചെമ്പുപാളികൾ തന്നെയാണ് 2019 ഈ സ്വർണം പൂശാൻ വേണ്ടി കൊടുത്തു വിടുന്നത് എന്ന് പറഞ്ഞാൽ അതിന് വർഷങ്ങളുടെ 20 വർഷം 98 പൂശിയ ഇത് സാധനം 2019 കൊടുത്തു വീഴുമ്പോൾ 21 വർഷം അപ്പം തന്നെ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പതിറ്റാണ്ടുകളുടെ പഴക്കമുള്ള ചെമ്പുപാളികളാണ് ശബരിമലയിലുള്ളത്. ആ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ചെമ്പുപാളികളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ 2019 കൊടുത്തുവിട്ടിരിക്കുന്നത്. പക്ഷേ ഈ 40 ദിവസം കഴിഞ്ഞ് ശബരിമലയിൽ നിന്ന് കൊടുത്തുവിട്ട് 40 ദിവസം കഴിഞ്ഞിട്ട് ഇത് ചെന്നൈയിൽ എത്തുമ്പോൾ ഇത് ഏറ്റവും ആ 40 ഈ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ചെമ്പുപാളികളല്ല 40 ദിവസത്തിന് ശേഷം ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിയിരിക്കുന്നത്. അവിടെ എത്തിയിരിക്കുന്നത് ഏറ്റവും പുതിയതായി ലേറ്റസ്റ്റ് ആയി നിർമ്മിച്ചിട്ടുള്ള ചെമ്പുപാളികളാണ് അവിടെ എത്തിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ശബരിമലയിൽ നിന്ന് കൊടുത്തുവിട്ട ചെമ്പുപാളികളും അതിന്റെ മുകളിൽ സ്വർണം പൊതിഞ്ഞിരിക്കുന്ന ആ ചെമ്പുപാളികൾ അത് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടം പറഞ്ഞ സബ്സ്റ്റാൻഷ്യൽ മോണിറ്ററി കൺസിഡറേഷൻ എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ എടുത്തു പറഞ്ഞ ആ സംഭവം നടന്നിരിക്കുന്നു. അതായത് ആ ചെമ്പുപാളികൾ സ്വർണം പൂശിയ ഒറിജിനൽ ചെമ്പുപാളികൾ മറ്റൊരാൾക്ക് വിറ്റു, എന്നിട്ട് അതിന് പകരം മറ്റൊരു ചെമ്പുപാളി ഉണ്ടാക്കിയിട്ട് ആ ചെമ്പുപാളിയാണ് ചെന്നൈയിലേക്ക് എത്തിച്ചത്. ഈ 40 ദിവസത്തിനുള്ളിൽ ഈ കാര്യങ്ങൾ നടന്നു എന്നല്ല ഞാൻ പറയുന്നത്. ഇപ്പോ വിജിലൻസ് റിപ്പോർട്ട് പുറത്തു വരുന്നു. ആ വിജിലൻസ് റിപ്പോർട്ടിൽ ഈ ഹൈക്കോടതിയിൽ ദേവസ്വം വിജിലൻസ് പറയുന്ന കാര്യങ്ങളിൽ കേരളത്തിലെ മുഖ്യമന്ത്രി അടക്കമുള്ള ദേവസ്വത്തിന്റെ ആളുകളെ പരാമർശിച്ചുകൊണ്ട് തന്നെയാണ് റിപ്പോർട്ട് വന്നിരിക്കുന്നത്. അതിൽ ചില വ്യക്തികൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി സഹകരിച്ച് കൂട്ടുകൂടി അവരുമായുള്ള കൂട്ടുകെട്ടാണ് ഇത് നടത്തിയിരിക്കുന്നത്. അതിൽ മൂരാരി ബാബു ഉണ്ട്, സുധീഷ് കുമാർ ഉണ്ട്, അങ്ങനെ ദേവസ്വം ഉദ്യോഗസ്ഥരായിട്ടുള്ള പല ആളുകളുടെയും പേര് പറയുന്നുണ്ട്. ഈ മൂരാരി ബാബുവിന്റെ പേര് എടുത്തു പറയുന്നുണ്ട്. അത് മാത്രമല്ല ദേവസ്വം ബോർഡ് ഒന്നടങ്കം ഇതിനു വേണ്ടിയുള്ള സഹായങ്ങൾ നടത്തി എന്നാണ് റിപ്പോർട്ട് പറയുന്നത്. അപ്പോൾ ആ കാര്യത്തിൽ ആർക്കും തർക്കമില്ല കേട്ടോ. കാരണം പോറ്റിക്ക് എന്തായാലും ഈ കാര്യം ഈ പറയുന്ന ചെമ്പുപാളികൾ ഇത്രയും വലിയ സാധനം പോക്കറ്റിലിട്ട് കൊണ്ടുപോകാൻ കഴിയില്ലല്ലോ. അപ്പോ പോറ്റിയെ സഹായിക്കാൻ ഇവരെല്ലാവരും ഉണ്ടായിരുന്നു. അതിന്റെ പങ്ക് പലരും പറ്റിയിട്ടുണ്ട് എന്ന് മാത്രമല്ല, ദേവസ്വം ഇപ്പോൾ വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്ന മറ്റൊരു കാര്യം, 2019 ഈ സ്വർണ്ണപ്പാളികൾ ഈ
സ്വർണം പൂശിയിരിക്കുന്ന ഈ ശില്പപാളികൾ കൊണ്ടുപോയത്. പക്ഷേ 2017 മുതലേ ഇതിനുള്ള ഒരുക്കങ്ങൾ നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ 2017 മുതലേ ഈ സാധനങ്ങൾ കൊണ്ടുപോകാനല്ല ഒരുക്കങ്ങൾ നടത്തിയത്. 2017 മുതലേ ഇതിന്റെ പുതിയ വേർഷൻ, അതായത് ഈ 40 ദിവസം കഴിഞ്ഞിട്ട് സ്മാർട്ട് ക്രിയേഷനിൽ കൊണ്ടുചെന്ന ആ പുതിയ സാധനം ഉണ്ടാക്കാനുള്ള എല്ലാ പണികളും ഉണ്ടാക്കിയിരുന്നു എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഈ ശബരിമലയിൽ നിന്ന് ഇറക്കി പോയ സാധനം അത് ഈ രാഹുൽ മാങ്കൂട്ടത്തിന് ഇന്നലെ രാഹുൽ മാങ്കൂട്ടം പറഞ്ഞ കാര്യങ്ങൾ ശരിവെച്ചുകൊണ്ട് ആ വാക്കുകൾ കടമെടുത്തുകൊണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞ, ഇവർ രണ്ടുപേരും പറഞ്ഞ സബ്സ്റ്റാൻഷ്യൽ മോണിറ്ററി കൺസിഡറേഷൻ എന്ന് പറയുന്ന, അതായത് ഈ ശബരിമലയിലെ യഥാർത്ഥ ദ്വാരപാലക ശില്പങ്ങൾ മറിച്ച് വിറ്റിരിക്കുന്നു. അത് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടം കഴിഞ്ഞ ദിവസം ഈ പത്തനംതിട്ട ജയിലിൽ ചെന്നുകൊണ്ട് സന്ദീപ് വാര്യരെ കണ്ട് പുറത്തിറങ്ങിയിട്ട് മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞ സബ്സ്റ്റാൻഷ്യൽ മോണിറ്ററി കൺസിഡറേഷൻ. അത് തന്നെയാണ് ആവർത്തിച്ച് വി ഡി സതീശൻ ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യവും അത് തന്നെയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ഡി സതീശൻ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്തിട്ടുണ്ടായിരുന്നു. ഈ സാധനം വിൽക്കപ്പെട്ടിരിക്കുന്നു, അത് വിറ്റിരിക്കുന്നത് കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു വ്യവസായിക്കാണ് എന്ന് മാത്രമല്ല, ആ വ്യവസായിയുടെ പൂജാമുറിയിൽ ഈ സാധനം ഇരിപ്പുണ്ട്. അത് മാത്രമല്ല, വ്യവസായിയെ കബളിപ്പിച്ചതാണ് എന്ന് പറഞ്ഞാൽ ഇത് ശബരിമലയിൽ നിന്ന് കൊള്ളയടിച്ച് കടത്തിക്കൊണ്ടുവന്നാണ് എന്നുള്ള കാര്യം വ്യവസായിക്ക് അറിയില്ല. വ്യവസായിയെ കബളിപ്പിച്ചുകൊണ്ട് കോടികൾ കൈപ്പറ്റിക്കൊണ്ട് ഇത്തരത്തിൽ വിൽപ്പന നടന്നിരിക്കുന്നു. ഇന്ന് ഈ കാര്യങ്ങളൊക്കെ സ്ഥിരീകരിച്ചുകൊണ്ട് ഇപ്പൊ FIR ഇട്ട് ഈ പ്രതികളെയൊക്കെ അറസ്റ്റ് ചെയ്ത് അന്വേഷണം നടത്തണമെന്ന് ദേവസ്വം വിജിലൻസ് റിപ്പോർട്ട് ഹൈക്കോടതിയിൽ കൈമാറിയിരിക്കുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യപ്പന്റെ സ്വർണം കൊള്ളയടിച്ച് മറ്റൊരാൾക്ക് വിറ്റു. എന്നിട്ട് ആ സാധനം മറ്റൊരു ഡ്യൂപ്ലിക്കേറ്റ് സാധനം, ചെമ്പ് തകിട് ഉണ്ടാക്കി ആ ചെമ്പിൽ തട്ടിക്കൂട്ട് സ്വർണം പൂശിയിട്ട്, എന്ന് പറഞ്ഞാൽ ഒരു കാര്യം കൂടി നിങ്ങൾ ആലോചിക്കണം. കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ചില ചിത്രങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. 1998 വിജയ് മല്യ സ്വർണം കൊടുത്തു. ആ സ്വർണം കൊടുത്തതിന് ശേഷം, സ്വർണം പൂശിയതിന് ശേഷം 2016 എടുത്ത ഒരു ചിത്രം നമ്മൾ കണ്ടു. ആ ചിത്രത്തിൽ നമ്മൾ കാണുമ്പോൾ 16 വർഷങ്ങൾക്ക് ഇപ്പുറം, 2014 എടുത്ത ചിത്രം, 16 വർഷങ്ങൾക്ക് ഇപ്പുറം ആ ചിത്രങ്ങൾക്ക് അല്ലെങ്കിൽ ആ സ്വർണ്ണപ്പാളികൾക്ക് യാതൊരു കോട്ടവോ എന്തെങ്കിലും ഒരു മങ്ങലോ തിളക്കമില്ലായ്മയോ എന്തെങ്കിലും ഒരു തേയ്മാനമോ ഒന്നും നമ്മളെവിടെയും കണ്ടില്ല. ബട്ട് 2019 സ്വർണം പൂശി കൊണ്ടുവന്ന ദ്വാരപാലക ശില്പങ്ങൾ അത് 2023 ആയപ്പോഴേക്കും അവിടെ തേയ്മാനം വന്നിരിക്കുന്നു, മങ്ങലുകൾ വന്നിരിക്കുന്നു, ആ സ്വർണത്തിന്റെ തിളക്കം പോയിരിക്കുന്നു, അങ്ങനെ അത് നഷ്ടപ്പെട്ടിരിക്കുന്നു എല്ലാ അർത്ഥത്തിലും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2019 ഈ ഡ്യൂപ്ലിക്കേറ്റഡായിട്ട് ഉണ്ടാക്കിയ ദ്വാരപാലക ശില്പങ്ങൾ, അതിൽ സ്വർണം പൂശി കൊണ്ടുവന്നത് മുൻപ് ഈ ദ്വാരപാലക ശില്പങ്ങളിൽ 30 കിലോ സ്വർണമാണ് ഉണ്ടായിരുന്നതെങ്കിൽ പിന്നീട് കൊണ്ടുവന്നപ്പോൾ രണ്ടാമത് സ്വർണം പൂശി കൊണ്ടുവന്നപ്പോൾ അതിൽ വളരെ നാമമാത്രമായ സ്വർണം മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യമാണ്. അങ്ങനെ ശബരിമലയിലെ സ്വർണം, കിലോ കണക്കിന് സ്വർണം കൊള്ളയടിച്ച് മറ്റൊരാൾക്ക് വിറ്റുകൊണ്ട് അതിൻ്റെ പങ്ക് പറ്റിയിട്ട് അതിനെതിരെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ബാക്കിയുള്ളവരുടെ ശരീരപ്രകൃതിയും ബാക്കിയുള്ളവരുടെ ആകാരപടിയും ഒക്കെ നോക്കി ജനങ്ങളെ പരിഹസിച്ച് പല്ലിളിച്ച് കാണിക്കുന്ന പിണറായി വിജയനെയും മന്ദം കമ്മികളായ അടിമകളെയുമാണ് നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. രാഹുൽ മാങ്കൂട്ടവും വി ഡി സതീശനും ആവർത്തിച്ച് പറയുന്നു ഈ പറയുന്ന സബ്സ്റ്റാൻഷ്യൽ മോണിറ്ററി കൺസിഡറേഷൻ. അത് അവരുടെ വാക്കുകളല്ല, അത് കോടതിയുടെ വാക്കുകളാണ്, കോടതി കണ്ടെത്തിയിരിക്കുന്ന വാക്കുകളാണ്. ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങൾ കൊള്ളയടിക്കപ്പെട്ടു എന്ന് മാത്രമല്ല കോടതി കണ്ടിരിക്കുന്നത്, കോടതി ഈ കൊള്ളയടിച്ച സാധനം മറിച്ച് വിറ്റിരിക്കുന്നു. ആ വിറ്റ കാശ് ഈ പറയുന്ന അന്തംകമ്മികൾ എല്ലാവരും കൂടി നക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ വിശ്വാസികളെ വഞ്ചിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല പൊതുമുതൽ കട്ടുമുടിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അയ്യപ്പന്റെ സ്വർണം കക്കാനും അതിന് വേറെ തന്നെ ഒരു ധൈര്യം വേണല്ലേ, ഇവരതല്ല ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഇതിനെതിരെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ, അയ്യപ്പന്റെ സ്വർണം എവിടെ എന്ന് ചോദിക്കുമ്പോൾ ഈ അമ്പലം വിഴുങ്ങികൾ മറ്റു തരത്തിലുള്ള അധിക്ഷേപങ്ങളും പരിഹാസങ്ങളും ഈ കൂക്കുവിളികളുമായി ഇറങ്ങുകയാണ്. അത് രാജാവും അതേ പ്രജകളായ അടിമകളും അതേ സ്വഭാവം. രാജാവ് പിന്നെ മോന്തായം വളഞ്ഞാൽ കൗക്കോലും വളയും എന്ന് പറയില്ലേ, അത് തന്നെയല്ലേ സംഭവിക്കുന്നത്. മോന്തായം വളഞ്ഞായിരിക്കുന്നത്. ആ മോന്തായം പക്ഷെ കരുതുന്നത് എന്താണ്? എല്ലാം തികഞ്ഞ
ഒരു അവതാരമാണ് താനെന്നാണ് മോന്തായം കരുതുന്നത്. അതിന് കരുതാൻ അങ്ങനെ കാരണങ്ങളുണ്ട്. ഈ അടിമകൾ മുട്ടിലിഴഞ്ഞുകൊണ്ട് ചുറ്റും കൂടി വട്ടം കറങ്ങിക്കൊണ്ട് ഇങ്ങനെ കുഴലൂത്ത്, ഈ സ്തുതിപാഠക സംഘം കുഴലൂത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ വീണ ഈ മോന്തായം വളഞ്ഞാണ് താനിരിക്കുന്നത് എന്നുള്ള അറിവുണ്ടായിട്ടും ഞാനാണ് എല്ലാം തികഞ്ഞ അവതാരം എന്നുള്ള രീതിയിൽ ധാർഷ്ട്യത്തോടു കൂടി പെരുമാറുന്നു. അങ്ങനെ പെരുമാറുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അയ്യപ്പന്റെ സ്വർണം എവിടെ എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരമില്ല. അതിന് ഉത്തരമായിട്ട് എന്താ പറയുന്നത്? ചോദ്യങ്ങൾ ചോദിക്കുന്നവരെ പരിഹസിക്കുക, ചോദ്യങ്ങൾ ചോദിക്കുന്നവരെ അധിക്ഷേപിക്കുക, ചോദ്യങ്ങൾ ചോദിക്കുന്നവരെ അക്രമിയാക്കുക, ചോദ്യങ്ങൾ ചോദിക്കുന്നവരെ സഭയിൽ നിന്ന് ഇറക്കി വിടുക. ഇതൊക്കെയാണ് ഈ പറയുന്ന അവതാരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയും ഭൂലോക തോൽവിയായിട്ടുള്ള ഒരു അവതാരത്തെ കേരളം ഇതുവരെ കണ്ടിട്ടില്ല, ഇനി അങ്ങോട്ട് കാണാനും പോകുന്നില്ല. കാരണം ഇനിയുള്ള നാളുകൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു ഈ അവതാരത്തിന്റെ. ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഈ അവതാരത്തെ വലിച്ച് ചവറ്റുകൊട്ടയിലേക്ക് എറിയുകയാണ് ചെയ്യേണ്ടത്. അതിന് അയ്യപ്പ ഭക്തർ മുന്നിൽ തന്നെ ഉണ്ടാവുമെന്നുള്ളത് തന്നെയാണ്.